എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ജെയിംസ് കുട്ടി തോമസ്, റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. ഇന്നത്തെ വീഡിയോയിൽ വിഷയം ഇന്നലെ ഉണ്ടായ ഒരു വൈദ്യുതി അപകടവുമായി ബന്ധപ്പെട്ടാണ്. മലപ്പുറം ജില്ലയിലെ ചേളാരി ഇലക്ട്രിക്കൽ സെക്ഷന്റെ കീഴിൽ വരുന്ന പാത്തിക്കുഴി പാലത്തിന് സമീപം അനധികൃതമായിട്ട് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനിടയിൽ ഇബ്രാഹിം എന്ന 44 വയസ്സുകാരൻ മരണപ്പെട്ടു. വൈദ്യുതാഘാതമേറ്റ് മരണപ്പെട്ടു. ഇദ്ദേഹം ശരിക്കും ഇതിന് അർഹിച്ച ഒരാളല്ല. ഈ ജോലി ചെയ്യുവാനുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയല്ല. ഒരു പബ്ലിക്കാണ്, ഒരു പൊതുജനത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. KSEB-യുടെ അംഗീകൃതമായ ഒരു വ്യക്തിയല്ല. പിന്നെ ഇദ്ദേഹം എങ്ങനെയാണ് പോസ്റ്റിൽ കയറിയത്? ഇദ്ദേഹത്തിന് ഇങ്ങനെ ഈ ജോലി ആരെങ്കിലും പറഞ്ഞു ഏൽപ്പിച്ചതാണോ? ഇതിന്റെ ഉത്തരവാദി ആരാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഒപ്പം ദയവായി എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അപകടങ്ങൾ, വൈദ്യുതി സുരക്ഷയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മറ്റുള്ളവരെ, പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോകളുടെ ലക്ഷ്യം. വൈദ്യുതി സുരക്ഷ കൂടാതെ മിന്നൽ രക്ഷാ സംവിധാനങ്ങൾ, സോളാർ പ്രതിഷ്ഠാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വൈദ്യുതി പ്രതിഷ്ഠാപനങ്ങളെയും സംബന്ധിച്ചുള്ള ടെക്നിക്കൽ ഇൻഫർമേഷൻസും ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഈ ചാനലിൻ്റെ ദൗത്യം. ഇതില് ഇന്നത്തെ ഈ വിഷയത്തില് പ്രത്യേകിച്ചും പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. നമ്മള് സ്ട്രീറ്റ് ലൈറ്റ്, ഒരു ബൾബ് കത്തുന്നില്ല എങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആരെയാണ് അറിയിക്കേണ്ടത്? അവരെ അറിയിക്കാവൂ. അല്ലാതെ ആർക്കെങ്കിലും പോസ്റ്റിൽ കയറാൻ പറ്റുന്നവരിതിനെ പിടിച്ച് പോസ്റ്റിൽ കയറ്റി അപകടം വിളിച്ചു വരുത്തിയാൽ നിങ്ങൾ അതിന് ഉത്തരവാദിയാകും എന്നുള്ള കാര്യമാണ് സത്യമായ വസ്തുത. അപ്പോൾ അത് നമുക്ക് കൂടുതലായിട്ട് ഈ വീഡിയോയിലോട്ട് മനസ്സിലാക്കാം. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ മെസ്സേജാണ് എനിക്ക് വാട്സപ്പിൽ കിട്ടിയത്. ഇന്നലെ രാവിലെ 11:30 ചേളാരി സെക്ഷൻ, മലപ്പുറം ജില്ലയിലേക്ക് ചേളാരി ഇലക്ട്രിക്കൽ സെക്ഷന്റെ കീഴിലുള്ള പാത്തിക്കുഴി പാലത്തിന് സമീപം അനധികൃതമായി സ്ട്രീറ്റ് ലൈറ്റ്, തെരുവുവിളക്ക് സ്ഥാപിക്കവേ 44 വയസ്സുള്ള ഇബ്രാഹിം എന്ന വ്യക്തി ഇലക്ട്രിക് ഷോക്കേറ്റ് മരണപ്പെട്ടു. KSEB അധികൃതർ അറിയാതെയും ലൈവ് ലൈൻ ഓഫ് ചെയ്യാതെയും ചെയ്ത പ്രവൃത്തിയായിരുന്നു. പരിസരവാസികൾ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇദ്ദേഹത്തിനെ രക്ഷിക്കാനായില്ല. ഈ വാർത്തയിൽ ആരാണ് വീഴ്ച വരുത്തിയിരിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. അല്ലെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ ഭാവിയിൽ സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി പൊതുജനങ്ങൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില വിവരങ്ങളാണ് ഈ വിഷയത്തിൽ ഇന്ന് എടുത്തിരിക്കുന്നത്. സാധാരണ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലെ ആൾക്കാർ വന്ന് എൻക്വയറി നടത്തി അതിൻ്റെ മകസറൊക്കെ തയ്യാറാക്കി അതിന് തുടർ നടപടികൾ സ്വീകരിക്കും, അല്ലേ? പക്ഷേ ഇതുപോലുള്ള ഒരു അപകടം ഉണ്ടായാൽ, വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ഒരു അപകടം ഉണ്ടായാൽ അതില് ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയുണ്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറയും. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഊർജ വകുപ്പിന് കീഴിൽ, പവർ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്. അതിന്റെ തലവൻ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്, ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഓഫ് കേരള. അദ്ദേഹം ആണ് നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതി സുരക്ഷ നടപ്പാക്കുവാനുള്ള മെയിൻ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി. അദ്ദേഹത്തിന് കീഴിൽ ഓരോ ജില്ലയിലും ഓരോ ജില്ലാ തലവനോടുകൂടി ഓരോ ഓഫീസുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ മലപ്പുറം ജില്ലയിൽ നടന്ന ഈ സംഭവത്തിൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു സംഭവത്തിൽ 24 മണിക്കൂറിനകത്ത് ബന്ധപ്പെട്ട ജില്ലയുടെ അധികാരി ഈ സ്ഥല അന്വേഷണം നടത്തി അതിന്റെ സൈറ്റ് മകസറും തെളിവുകളെല്ലാം ശേഖരിച്ച് അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കണം. അതായത് ഇതിനെ തുടർന്ന് ബന്ധപ്പെട്ട ആൾക്കാരുടെ മൊഴിയെടുക്കുക. ശരിക്കും ഈ അന്വേഷണത്തിൽ ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ജില്ലയുടെ തലവന്
ഒരു കോടതിയുടെ അധികാരമുണ്ടെന്നാണ് നമ്മുടെ നിയമം. ഈ തെളിവുകൾ സമ്പാദിക്കുന്നതിന് എല്ലാത്തിനും അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ട്. എന്നിട്ട് ഈ റിപ്പോർട്ട് തന്നെയാണ് സർക്കാരിലേക്ക് കൊടുക്കുന്നത്. കൂടാതെ ഈ പോലീസ് അവർക്ക് ഒരു പകർപ്പ് കൊടുക്കുകയും സപ്പോസ് ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ സ്ഥാപിക്കുകയാണ് ഇന്ന ആളാണ് അതിന് ഉത്തരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് ബന്ധപ്പെട്ട ആൾക്കാരെ കൈകാര്യം ചെയ്യുന്നതിനൊക്കെ അവരെ അറസ്റ്റ് ചെയ്യുന്നതിനും അതൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത് തുടർന്ന് കോടതിയിൽ ചെന്നാണ് ഇത് ഫൈനൽ തീരുമാനങ്ങളൊക്കെ എത്തുന്നത്. കോടതിയിൽ ചെല്ലുമ്പോൾ ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറെയും അതിൻ്റെ കാര്യങ്ങൾക്കായിട്ട് കോടതി വിളിക്കാറുണ്ട്. ഇതൊക്കെയാണ് അതിന് നടപടികൾ. ഇതിലും ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം ഈ കാര്യങ്ങൾക്കെല്ലാം അറ്റൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ ഈ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിൽ അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് നമുക്ക് വെച്ച് തരുന്നത് ആരാണ്, അതിന്റെ മെയിൻ്റനൻസ് നടത്തേണ്ടത് ആരാണ്, ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റനൻസ് അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നത് നമ്മുടെ ലോക്കൽ അതോറിറ്റിയാണ്. അതായത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്നീ ലോക്കൽ അതോറിറ്റികളാണ്, ഗ്രാമസഭകളാണ് ഇതിൻ്റെ സ്ഥാപിക്കുന്നതും അതിനെ തുടർന്നുള്ള മെയിൻ്റനൻസും എല്ലാ കാര്യങ്ങളും നടത്തേണ്ടത്. പക്ഷേ കറണ്ട് ചാർജ് അടയ്ക്കുന്നതും അവർ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഈ കാര്യങ്ങൾ സ്ഥാപിക്കുന്നതിനോ അല്ലെങ്കിൽ തുടർ നടപടികൾ മെയിൻ്റനൻസോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് KSEB പോസ്റ്റിലാണ് കയറുന്നത്. അതുകൊണ്ട് KSEB-യുടെ പ്രസൻസിൽ KSEB-യിലെ ഉദ്യോഗസ്ഥരുടെ പ്രസൻസിലും സൂപ്പർവിഷനിലും അവരുടെ അംഗീകാരത്തോടും കൂടി മാത്രമേ ഇതൊക്കെ ചെയ്യാവൂ. ഈ അപകടത്തിൽ ഇദ്ദേഹത്തിനെ ഈ പോസ്റ്റിൽ കയറ്റി ഇതൊക്കെ ചെയ്യിച്ചത് ആരാണ്? ഈ ചേളാരി സെക്ഷനിൽ ഞാൻ ഒന്ന് വിളിച്ച് സംസാരിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഈ കൃത്യമായിട്ട് ഈ ലോക്കൽ അതോറിറ്റി പഞ്ചായത്തിന് ഇത്ര എണ്ണമുള്ള ഈ ബൾബുകളുണ്ട്, സ്ട്രീറ്റ് ലൈറ്റുകളുണ്ട്. പക്ഷെ അത് കൂടാതെ അനധികൃതമായിട്ട് ഇതുപോലെ സ്ഥാപിക്കുന്നുണ്ട്, പലയിടത്തും അനധികൃതമായിട്ട് സ്ഥാപിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നിയമം മൊത്തം തെറ്റിച്ചാണ് അവിടെ നടക്കുന്നത്. ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇത് സ്ട്രിക്റ്റായിട്ട് കൈകാര്യം ചെയ്യുകയും KSEB-യിലെ ഉദ്യോഗസ്ഥർ ഇത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കിതിനെപ്പറ്റി ഒന്നും കൂടി മനസ്സിലാക്കാം. അതായത് സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റനൻസ് കാര്യങ്ങൾ ഇങ്ങനെ ഒരാൾക്ക് പോസ്റ്റിൽ കയറി ഇതൊക്കെ ചെയ്യാനുള്ള അധികാരമുണ്ടോ? എവിടെയാണ് നിയമം തെറ്റിയിരിക്കുന്നത്? നമ്മുടെ ഇന്ത്യയിലെ ഇത് സംബന്ധിച്ചുള്ള വൈദ്യുതി സംബന്ധിച്ചുള്ള ഒരു നിയമമുണ്ട്, സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നിയമമുണ്ട്. അതിൻ്റെ പേരാണ് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി മെഷേഴ്സ് റിലേറ്റിംഗ് ടു സേഫ്റ്റി ആൻഡ് ഇലക്ട്രിക് സപ്ലൈ റെഗുലേഷൻ 2010. ഇത് വെച്ചാണ് നമ്മുടെ സുരക്ഷിതത്വം നമ്മൾ ഉറപ്പുവരുത്തുന്നത്. ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അതിന് എൻക്വയറിയൊക്കെ നടക്കുമ്പോൾ ഈ നിയമത്തിൽ എവിടെയെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. അതനുസരിച്ചാണ് തുടർ നടപടികൾ വരുന്നത്. ഈ നിയമത്തിൽ 19(3) എന്ന് പറഞ്ഞ ഈ ക്ലോസിൽ എഴുതിയിരിക്കുന്നത് നോ പേഴ്സൺ ഷാൾ വർക്ക് ഓൺ എനി ലൈവ് ഇലക്ട്രിക് സപ്ലൈ ലൈൻ. ഇതുപോലുള്ള ഒരു ലൈവ് കണ്ടക്ടറില് ഒരു പോസ്റ്റില് ഒരു മനുഷ്യർക്കും കയറി ഇത് വർക്ക് ചെയ്യുവാനുള്ള അധികാരമില്ല. എക്സെപ്റ്റ് താഴോട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അൺലെസ് he is designated in that behalf and takes the safety precautions. സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും അദ്ദേഹം അതിന് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി ആണെങ്കിൽ കുഴപ്പമില്ല. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അപകടത്തെ വെച്ച് നിങ്ങളൊന്നും താരതമ്യം ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഇതേ നിയമത്തിൽ തന്നെ 29(1) പറയുന്നത് ഇതുപോലുള്ള വൈദ്യുതി സംബന്ധിച്ചുള്ള എന്ത് ജോലി ചെയ്യുന്നതിനും ലൈസൻസ് ഉള്ള ആൾക്കാരായിരിക്കണം വർക്ക് ചെയ്യുന്നത്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ ഇതേ ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്ന് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിങ് ബോർഡ് എന്ന് പറഞ്ഞൊരു വിങ് ഉണ്ട്, ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് നിയമപ്രകാരമുള്ള ലൈസൻസ് തരും, ജോലി ചെയ്യുവാനുള്ള ലൈസൻസ് തരും. അത് പ്രത്യേകിച്ച് ഒരു സെക്ഷനാ, ഞാനത് കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. അപ്പോൾ ആ ലൈസൻസ് ഉള്ളവർ മാത്രമേ ഈ ജോലി ചെയ്യാവൂ. അപ്പൊ ഇവിടെ ഇദ്ദേഹത്തിനെ പോസ്റ്റിൽ കയറ്റിയവര് ആരാണെന്ന് വെച്ചാൽ അവര് തെറ്റ്, ഇദ്ദേഹം കയറിയതും തെറ്റാണ്. അദ്ദേഹത്തിന് സ്വയം ഉത്തരവാദിത്വവും ഇതിനകത്തുണ്ട്. നമുക്ക് നിയമം അറിയില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടില് നിയമവ്യവസ്ഥ വളരെ സ്ട്രോങ് ആണ്. കൃത്യമായ എന്തെങ്കിലും ഒരു ഇതുപോലെ വീഴ്ച വന്നു കഴിഞ്ഞാൽ നിയമത്തിലൂടെ പോയി അദ്ദേഹത്തിന് ശിക്ഷ കിട്ടും. രാഷ്ട്രീയ സ്വാധീനങ്ങളും അതിൽ നിന്നൊക്കെ ഉണ്ടെങ്കിൽ നിയമ വീഴ്ച വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ ശിക്ഷിക്കപ്പെടും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു നിയമവ്യവസ്ഥ ഉള്ള നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നുകൂടാ.
ഇനി ഈ സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റെനൻസ് ഈ ലോക്കൽ അതോറിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് ഇവർ നടപ്പാക്കുന്നത്, അവരത് ഏറ്റെടുത്തിരിക്കുന്നത് ഒരു സർക്കാർ ഉത്തരവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. 2011 ഇറങ്ങിയ ഈ ഉത്തരവ് പ്രകാരമാണ് ഇതിന്റെ കൊട്ടേഷൻ ടെൻഡർ വിളിച്ച് ഈ പിന്നെ വർക്ക് കൊടുക്കുന്നതും മെയിൻ്റെനൻസ് നടത്തുന്നതും പുതിയതായിട്ട് സ്ഥാപിക്കുന്നതുമെല്ലാം. മനസ്സിലായില്ലേ? അപ്പൊ അതിനകത്ത് കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് നടപ്പാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ലോക്കൽ അതോറിറ്റിയാണ്. അവിടുത്തെ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ് ഇവരൊക്കെ ചേർന്നാണ് ഈ കാര്യങ്ങൾ നടപ്പാക്കുന്നത്. പക്ഷെ അവരുടെ കയ്യിൽ വീഴ്ച വന്നാലും ചോദ്യം ചെയ്യപ്പെടും. ഇപ്പൊ എൻ്റെ സർവീസിൽ ഇതുപോലെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആ ബന്ധപ്പെട്ട സെക്രട്ടറിയും ഈ പിന്നെ പ്രസിഡന്റ്, അതായത് അവരുടെ ഇലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാം ബന്ധപ്പെട്ട ആൾക്കാരെ നമ്മൾ വിളിച്ച് ചോദ്യം ചെയ്ത് ഈ മൊഴിയൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്നും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. എന്താ അതിശയമാണെന്നറിയാവോ? ഒരു പിന്നെ സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു വൈദ്യുതി പോസ്റ്റില് ഒരു പബ്ലിക് ഒരു കൗൺസിലറായിരിക്കും, ഒരു മെമ്പറായിരിക്കും. അദ്ദേഹം നിന്നുകൊണ്ട് ആൾക്കാരെ കയറ്റി എന്തൊക്കെയോ ചെയ്യുക. ആ സമയത്ത് KSEB-യുടെ ആൾക്കാർ അതിലേ പോകുന്നു. അവരിത് കണ്ണ് തള്ളി നോക്കുക. അറിയാതാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിവിടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ്. വലിയ വീഴ്ചയാണ്. അപ്പൊ ഈ ഓർഡറിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഇതിന്റെ ക്ലോസ് ബിയിൽ പറയുന്നുണ്ട്, അംഗീകൃത കരാറുകാർക്ക് മാത്രമേ ഈ ജോലി കൊടുക്കാവൂ. പിന്നെ നിലവിലുള്ള നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ജീവനക്കാരുടെ മേൽനോട്ടം അതിനകത്തുണ്ടായിരിക്കണം. പിന്നെ ഈ വർക്ക് ചെയ്യുമ്പോൾ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുകയും അതിന്റെ എർത്തിങ് നടത്തുകയും ചെയ്യണം. എല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് വയലേറ്റ് ചെയ്താൽ ഈ കാര്യങ്ങൾ, അതായത് അംഗീകൃത കരാറുകാർക്ക് അല്ല ഈ വർക്ക് കൊടുത്തത്. നമ്മളെ PWD-യിൽ ഇപ്പോൾ വരുന്ന സർക്കാർ വർക്കുകളൊക്കെ സിവിൽ വിങ്ങിന് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ സബായിട്ട് ഇലക്ട്രിക്കൽ, അതായത് ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിക്കൽ വർക്കുകൾ ഇലക്ട്രിക്കലുകാർക്കല്ല കൊടുക്കുന്നത്, സിവിലുകാർക്ക് കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ അതൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചില ഇഷ്യൂവാണ്. അതേപോലെ ഇവിടെയും നടക്കുന്ന നമ്മുടെ ഈ പിന്നെ ലോക്കൽ അതോറിറ്റിയിൽ നടക്കുന്ന ഒരു സംഗതി, ഈ വർക്ക് നമ്മുടെ ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതുമില്ലാത്ത ആൾക്കാർക്ക് വർക്ക് കൊടുക്കും. അപ്പൊ അവരെന്ത് ചെയ്യും? അവര് ആർക്കെങ്കിലും ഒക്കെ സബ്ബായിട്ട് കൊടുത്ത് അല്ലെങ്കിൽ വഴിയെ കാണുന്ന ഒരാളെ വിളിച്ചു കയറ്റി ഇതൊക്കെ ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. ഞാൻ വെറുതെ പറയുന്നില്ല, ഞാൻ കൃത്യമായിട്ട് അനുഭവിച്ച കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ അങ്ങനെ അംഗീകൃത കരാറുകാർക്കല്ലാതെ ഇത് കൊടുക്കുകയോ നിലവിലുള്ള നിയമങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയല്ല ഇത് ചെയ്യുകയോ അതല്ല KSEB ഉദ്യോഗസ്ഥരുടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തില്ല എങ്കിൽ ബന്ധപ്പെട്ട പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആൾക്കാർ അതിന് ഉത്തരവാദികളാണ്. ഇതല്ല പബ്ലിക്കില് എൻ്റെ വീടിന്റെ അടുത്തുള്ള ഒരു പോസ്റ്റിൽ ഞാൻ ഒരാളിനെ വിളിച്ചു കയറ്റി ഇതുപോലൊരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ ആ ബന്ധപ്പെട്ട വീട്ടുകാരനും ഉത്തരവാദിയാണ്. പിന്നെ ആ ഓർഡറിൽ തുറന്നു വായിക്കുമ്പോൾ കരാറുകാരൻ സൂപ്പർവൈസറി ലൈസൻസ് ഉള്ള കരാറുകാരൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. സൂപ്പർവൈസറി ലൈസൻസ് ഉള്ള കരാറുകാരൻ എന്ന് പറഞ്ഞാൽ ഈ വർക്ക് എന്താണ്? ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആണ്. അപ്പൊ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സൂപ്പർവൈസറി ലൈസൻസ് ഉള്ള ആളായിരിക്കണം. പിന്നെ അതൊന്നും കൂടെ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്, ലൈസൻസ് ഉള്ള ഇലക്ട്രിക്കൽ സൂപ്പർവൈസറുടെ മേൽനോട്ടത്തിൽ യോഗ്യതയും വൈദഗ്ധ്യവുമുള്ള ആളുകളെ കൊണ്ട് മാത്രമേ കരാറുകാരൻ വർക്ക് ചെയ്യിക്കുവാൻ പാടുള്ളൂ. ഇത്രയും വ്യക്തമായൊരു നിയമം ഉള്ള നമ്മുടെ നാട്ടിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ വൈദ്യുതി സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രം, കാരണം അതിൻ്റെ അകത്ത് കോമ്പൻസേഷന്റെ കാര്യങ്ങളും പലതും പറയുന്നുണ്ട്. അപ്പൊ ഇതിലെ അപകടങ്ങൾക്കും പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല. അപകടങ്ങൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഉത്തരവാദി ആയിരിക്കുന്നതല്ല. വിരോധാഭാസമുണ്ട് അല്ലെ? ഒരാള് കയറി വർക്ക് ചെയ്ത് കരാറുകാരന് വർക്ക് കൊടുത്തു, വർക്ക് കൊടുത്തിട്ട് അവനാണ് ഉത്തരവാദിത്വം. ഈ വർക്ക് കൊടുത്തതാരാ? ആ പഞ്ചായത്ത് അല്ലെ? ആ കൊടുത്ത ആൾക്ക് ഇതിന്റെ യോഗ്യതയുണ്ടോ? വർക്ക് ചെയ്യാനുള്ള യോഗ്യതയുണ്ടോ? ഇല്ല. എന്നിട്ട് ആ ഓർഡർ തന്നെ ഇതും കൂടെ എഴുതിയിട്ടുണ്ട്. അതായത് ബന്ധപ്പെട്ട KSEB ഉദ്യോഗസ്ഥർ ഉത്തരവാദിയല്ല. അത് വേണമെങ്കിൽ നമുക്ക് സ്ഥാപിക്കാം, കാരണം അവരുടെ അറിവോടുകൂടിയല്ല ഈ സംഭവം നടന്നത്. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അതിനകത്ത് പങ്കില്ല, ഉത്തരവാദിത്തമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് തീരുമാനിക്കേണ്ടത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. കാരണം ഈ വർക്ക് കൊടുത്തത് ലൈസൻസ് ഉള്ള ആളിനാണോ? അല്ലെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതിന് ഉത്തരവാദികളാണ്. നമ്മളെ ദിനം പ്രതി ഇതുപോലുള്ള അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തുടർന്ന് നമ്മളെ നിലാവെന്ന് പറഞ്ഞ ഒരു പുതിയ
സ്ട്രീറ്റ് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു നടപടി വരുന്നുണ്ട്. അതിലും ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ നിയമം തന്നെയാണ്, ഈ സർക്കുലർ തന്നെയാണ് ഉപയോഗിച്ച് ആ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. അത് ബന്ധപ്പെട്ട വർക്കുകൾ കൊടുക്കുന്നത് ലൈസൻസ് ഉള്ളവരായിരിക്കണം, അല്ലെങ്കിൽ KSEB-യിലെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് അവർക്കും ആ വർക്ക് എടുക്കാമെന്ന് ആ നിലാവിന്റെ ഓർഡറിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. ദയവായി ഇതുപോലുള്ള ആരെയും വിളിച്ച് പോസ്റ്റിൽ കയറ്റരുത്. ഇതിനെപ്പറ്റി വൈദ്യുതി ഇപ്പോൾ ഫേസ് ഏതാ ന്യൂട്രൽ ഏതാണെന്ന് പോലും അറിയാത്ത ആൾക്കാർ ഈ പോസ്റ്റിൽ കയറി അപകടം വിളിച്ചു വരുത്തിയിട്ടുണ്ട്. നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റിൽ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടി ഒരു കണ്ടക്ടർ ഉണ്ട്, ഒരു കണ്ടക്ടർ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയുള്ളതാണ്. അത് ചിലപ്പോൾ ഓഫ് ചെയ്തിട്ടായിരിക്കും ആ പോസ്റ്റിൽ കയറുന്നത്, KSEB-കാരായാൽ പോലും. പക്ഷെ ആ സമയത്ത് മറ്റേ കണ്ടക്ടർ ലൈവാണ്, അതായത് നമ്മുടെ വീടുകളിലേക്കുള്ള സപ്ലൈ തൊട്ടടുത്ത കണ്ടക്ടറാണ്, അത് ലൈവാണ്, അതിൽ സപ്ലൈ ഉണ്ട്. ഇതുപോലും അറിയാതെ ഒരു അപകടം നടന്ന അതാണ്, ബൾബിന്റെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വയർ എടുത്തിട്ട് മറ്റേതിൽ കുത്തും, സപ്ലൈ ഉള്ളതിൽ കുത്തും, അങ്ങനെ അപകടം നടക്കുന്നു. അപ്പൊ ഇതുപോലെ അപകടങ്ങളുടെ വീഴ്ച ഒരുപാട് തരത്തില് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ദയവായി ഇത് ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടി നമ്മൾ ഇത് മനസ്സിലാക്കുക. ഈ അറിവ്, ഈ തന്ന ഇൻഫർമേഷൻ ദയവായി കൂടുതൽ പേരിലേക്ക് എത്തിക്കുക. കാരണം വീണ്ടും നമ്മുടെ ജീവിതങ്ങൾ നഷ്ടപ്പെടരുത്. നമുക്കൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കുവാൻ, ഒരു ജീവൻ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് പറ്റില്ല. നമുക്കൊരു ജീവൻ നഷ്ടപ്പെടുത്തും, ഇതുപോലൊരു ജീവൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ തിരിച്ചെടുക്കുവാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഈ കൂടുതൽ ആൾക്കാരിലേക്ക് ദയവ് ചെയ്ത് ഇത് ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇത്രയും ക്ഷമയോടുകൂടി ഈ ഇൻഫർമേഷൻ നിങ്ങൾ കേട്ടിരുന്നതിന് നന്ദി പറയുന്നു. താങ്ക് യു. വീണ്ടും